നമസ്കാരം. പിണറായി മുഖ്യന്റെ ചീട്ട് കീറാൻ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാ തുറന്ന് ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുന്ന മുഖ്യനെ ശ്വാസം മുട്ടിച്ച് വെള്ളം കുടിപ്പിക്കാൻ ആരെയും തലയും മുറുക്കി CBI. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് CBI തയ്യാറെന്നാണ് ഒടുവിലെ വിവരം. ശബരിമലയിലെ സ്വർണ്ണ കവചങ്ങളിലും ദ്വാരപാലക ശില്പങ്ങളിലും നടന്ന വമ്പൻ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന ആരോപണം കേരള രാഷ്ട്രീയത്തിന്റെ ആത്മാവിനെ തന്നെ കുലുക്കുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് ഭക്തർ അർപ്പിച്ച നിവേദ്യവും കാണിക്കപ്പണവും സ്വർണവും സംരക്ഷിക്കപ്പെടേണ്ട പവിത്ര കേന്ദ്രത്തിൽ നിന്നാണ് കവർച്ചയെന്ന ഗുരുതര പ്രശ്നം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട് ആദ്യ ദിവസം മുതൽ സംശയാസ്പദവും ഇരട്ടത്താപ്പുള്ളതുമായിരുന്നു. അന്വേഷണം നടക്കുന്നു എന്ന പതിവ് വാചകത്തിലൂടെ സർക്കാർ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അനിവാര്യമായി മാറിയത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ അന്വേഷണത്തിന് സമ്മതം അറിയിച്ച് CBI രംഗത്തെത്തിയതോടെ സർക്കാരിന്റെ മുഖംമൂടി കൂടുതൽ പൊളിയുമെന്ന് ഉറപ്പായി. ഈയിടയ്ക്ക് പിന്നാലെ CBIയും ശബരിമല കയറുമോ എന്ന ചോദ്യം പിണറായി സർക്കാരിനെ അസ്വസ്ഥമാക്കുമെന്നതിൽ സംശയമില്ല. കാരണം ഇതൊരു സാധാരണ കവർച്ച കേസല്ല. ദേവസ്വം ഭരണ സംവിധാനം മുതൽ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങൾ വരെ ബന്ധപ്പെടുന്ന വമ്പൻ സ്രാവുകളുടെ കഥയാണ്. അവരെ തൊടാൻ സംസ്ഥാന സർക്കാരിന് ധൈര്യമില്ല എന്നതാണ് ഇതുവരെ കണ്ട യാഥാർത്ഥ്യം. ഇതോടെ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കരദാസ്, ചെന്നൈ വ്യവസായി പങ്കജ് ഭണ്ഡാരി എന്നിവരുൾപ്പെടെയുള്ള വമ്പൻ സ്രാവുകൾ കേന്ദ്ര ഏജൻസിയുടെ വലയിലാകുമെന്ന് ഉറപ്പായി. കേരള പോലീസ് ഒച്ചയെഴുന്ന വേഗത്തിൽ നീങ്ങിയ കേസിനാണ് ഇപ്പോൾ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ കണക്കിലെടുത്ത് CBI ഏറ്റെടുക്കാൻ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ഇനി ഹൈക്കോടതി നിലപാട് നിർണായകമാകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. നിലവിൽ കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തുന്നുണ്ട്. സന്നിധാനത്തെ സ്വർണം ഉരുക്കി കടത്തിയ കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് പങ്കുണ്ട് എന്നിരിക്കെ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ല എന്ന ഭക്തരുടെ ആശങ്കയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖർ കോടതിയിൽ ഉയർത്തി പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത്. ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ വെളിപ്പെടുത്തലുകൾ സന്നിധാനത്തെ ഒരു വൻ മാഫിയയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വർണ്ണമാലകൾ രജിസ്റ്ററിൽ ചേർക്കാതെ മുക്കിയതും സ്വർണ്ണ കവചങ്ങൾ പണിയാൻ കൊടുത്തതിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയതും CBIയുടെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ അതിന് പുതിയ മാനം വരും. ശബരിമലയ്ക്ക് വിജയ് മല്യ നൽകിയ 32 കിലോ സ്വർണത്തിന്റെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതിനു പുറമെ പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾക്ക് ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്നും സംശയമുണ്ട്. അന്തർ സംസ്ഥാന സ്വർണ്ണ വ്യാപാരികൾ ഉൾപ്പെട്ട കേസായതിനാൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നായിരുന്നു ഹൈക്കോടതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ വാദം. സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ നൽകിയ രഹസ്യമൊഴികളിൽ പല പ്രമുഖരുടെയും പേരുകൾ ഉള്ളതായാണ് സൂചന. ഈ ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ച ഇടപെടൽ ശ്രദ്ധേയമാകും. വലിയ മീനുകളെ പിടികൂടാനുള്ള നീക്കമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാട് രാഷ്ട്രീയമല്ല, പക്ഷേ ധാർമ്മികമാണ്. ശബരിമല ഒരു പാർട്ടിയുടേതോ സർക്കാരിന്റെയോ അല്ല, കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. അവിടെ നടന്നുവെന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസത്തോടുള്ള ക്രൂരമായ വഞ്ചനയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ സ്വതന്ത്ര അന്വേഷണം മാത്രമാണ് സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഏക മാർഗം. പിണറായി സർക്കാർ പതിവ് പോലെ കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ വേട്ട എന്ന വാദം ഉയർത്തും. എന്നാൽ ചോദ്യം ലളിതമാണ്. സർക്കാർ നിരപരാധിയാണെങ്കിൽ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിന്? CBI വരുന്നത് എന്തിനാണ് തടയാൻ ശ്രമിക്കുന്നത്? സത്യം പുറത്തു വരുമെന്ന ഭയമല്ലാതെ മറ്റെന്താണ് കാരണം? സ്വർണത്തിന്റെ അളവ് എത്ര? അത് എവിടെ പോയി? ആർക്കാണ് ആ ലാഭം ലഭിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് വരെ വ്യക്തമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ED അന്വേഷണത്തിൽ പുറത്തു വന്ന സൂചനകൾ തന്നെ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഇനി CBIയും ശക്തമായി ഇടപെട്ടാൽ ദേവസ്വം ഭരണത്തിലെ അഴിമതിയുടെ ആഴം കേരളം മുഴുവൻ കാണും. അതുകൊണ്ടാണ് സർക്കാർ നിശബ്ദമായി പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയും കേന്ദ്ര ഏജൻസികളും മുന്നോട്ട് വരുമ്പോൾ ആ പ്രതിരോധം നീണ്ടു നിൽക്കില്ല. ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടത് ഇത് ആദ്യമല്ല. സ്ത്രീ പ്രവേശന വിഷയം മുതൽ സുരക്ഷയും ദേവസ്വം ഭരണവും വരെ സർക്കാരിന്റെ ഓരോ ഇടപെടലും വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന ഗുരുതര ആരോപണവും അതിലേക്ക് കൂടി ചേർന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ CBI അന്വേഷണം അനിവാര്യമാണ്. അത് നടക്കേണ്ടതും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുമാണ്. അവസാനം സത്യം പുറത്തു വരുമോ, അതോ രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ മറവിൽ വീണ്ടും ഒരു വലിയ അഴിമതി മൂടിവെക്കപ്പെടും? പിണറായി സർക്കാരിന് എത്ര ശ്രമിച്ചാലും സത്യം എന്ന തീപ്പൊരി അണയ്ക്കാൻ കഴിയില്ല. ശബരിമലയുടെ പേരിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ കൊള്ളയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ അഴിമതി വിരുദ്ധ അവകാശവാദങ്ങൾ പൊള്ളയായ മുദ്രാവാക്യങ്ങളായി മാത്രം ശേഷിക്കാതിരുന്നാൽ നല്ലത്.